ഉമ്മ എന്തുപ്പ ഇങ്ങനെ എന്നോടൊന്നും ഉണ്ടാറില്ല. ഫുൾ ടൈം ഫോണിലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോളെ. ഇപ്പൊ തൊട്ട് മിക്ക ഭർത്താക്കന്മാർക്കും ഉപ്പമാർക്കും ഒക്കെ ഉണ്ടല്ലോ ഭാര്യേനും മക്കളെക്കാളൊക്കെ വലുത് ഫോണാണ്. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കൊതിയാവും. എൻ്റെ ക്ലാസ്മേറ്റ് ആരിഫ് ഉണ്ടല്ലോ, അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയോ? അവളുടെ ഉപ്പ എത്ര. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലേ. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇങ്ങോട്ട് വാങ്ങണ്ട്. ജോലി കഴിഞ്ഞ് വന്നാലേ ഇങ്ങളെ ആകെ കാണാൻ കിട്ടിയ 2-3 മണിക്കൂറാ. ആ ഉള്ള ടൈമില് നിങ്ങൾ ഈ ഫോണിൽ തോണ്ടി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? മതി ഫോൺ നോക്കിയത്. ഇങ്ങോട്ട് കാട്ടുന്നുണ്ട്. ഉപ്പ വരുമ്പോൾ ഉപ്പാക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസം ഓരോ സമ്മാനങ്ങളും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് കുറക്കം വന്നാൽ പോലും ഞാൻ ഉറങ്ങാൻ ഉപ്പാനെ കാത്തിരിക്കും. എന്നിട്ട് ഉപ്പ വന്നാലും തിരിഞ്ഞു നോക്ക് പോലുമില്ല. ഫുൾ ടൈം ഫോണില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ച് മേടിച്ചിട്ടേ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല അത്. നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. മോളുടെ കൂടെ കുറച്ച് സമയം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ എന്ത് വാപ്പേണിക്കാം. ഇതൊക്കെ ഞാൻ ഉപ്പാക്ക് തരാൻ വേണ്ടിയിട്ട് ദിവസം ഉണ്ടാക്കി വെക്കണ സമ്മാനങ്ങളാ. ചുന്ദരി വാവേ ചായോ ചായുറങ്ങ്, ചെമ്പകക്കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്, മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി സ്വപ്നം കണ്ടുറങ്ങ്, മുറ്റത്തൊരു തൂമല. സോറി മോളെ, ബാബാന് മിസ്റ്റേക്കാണ്, മനസ്സിലായി. ഇനി ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, ഹാപ്പി അല്ലേ? മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി സ്വപ്നം കണ്ടുറങ്ങ്, മുറ്റത്തൊരു